ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ഒട്ടും ഓയിലിൽ മുക്കിയെടുക്കാതെ നമുക്കൊരു ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ടേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അതിന് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, ഇഞ്ചും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില കേട്ടോ. ഇപ്പോൾ 2 സവാള ഞാൻ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലേശം ഉപ്പ് ചേർത്ത് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി വന്നോളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ല വഴറ്റി എടുക്കുക. അപ്പോഴേക്കും 2 തക്കാളി ഞാൻ അരിഞ്ഞെടുത്ത് വരാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതുക്കി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് 3 എണ്ണം എടുത്തിട്ട് അതും ഇതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ വാടി കഴിഞ്ഞാൽ ആ നല്ലൊരു സ്മെല്ല് വരുന്ന സമയം വരെ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതാക്കി കനം കുറഞ്ഞിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വാട്ടിയെടുക്കുക കേട്ടോ. നല്ലവണ്ണം വഴണ്ടി വന്നതിൻ്റെ ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം സമയം മൂടി വെക്കുക കേട്ടോ. അങ്ങനെ നല്ലവണ്ണം വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് ചില്ലി കാശ്മീരി മുളക് പൊടി ഇട്ടാണ് എടുത്തത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുട്ട ഇവിടെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെക്കുക കേട്ടോ. അങ്ങനെ 2 മിനിറ്റ് ഇതിൽ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചെറുതാക്കി അരിഞ്ഞെടുത്തതുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ബാറ്റർ ഇനി തയ്യാറാക്കണം കേട്ടോ. ആ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. ഒരു മുട്ടയും ഒരു മൈദയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ വെള്ളമല്ല കേട്ടോ ഒഴിച്ചത്, പാലാണ് കേട്ടോ ഒഴിച്ചത്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അല്പം കുരുമുളകും പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്പം ഉപ്പും ചേർത്ത് നല്ലവണ്ണം ബാറ്റർ ഇളക്കി കട്ടല്ലാതെ ഇളക്കി യോജിപ്പിച്ച് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. എന്നാൽ അധികം കട്ടിയും വേണ്ട, എന്നാൽ പറ്റ ലൂസും വേണ്ട, ആ ഒരു മീഡിയം ടൈപ്പിൽ എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് മാവ് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഒരു ഇഫ്താർ സ്നാക്സ് ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഓയിലൊക്കെ വല്ലാതെ പറ്റാത്തവരും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കില്ലേ, അതിനൊക്കെ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് കനം കുറച്ച് പരത്തിയെടുക്കാം. അത് പരത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ മുട്ട പപ്സൊക്കെ ഉണ്ടാവില്ലേ, ആ പപ്സിൻ്റെ ഒക്കെ മാതിരി ഒന്ന് മടക്കിയെടുക്കുക. ഇതേമാതിരി ഞാൻ എല്ലാം മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ അല്പം ഓയിൽ ചട്ടിയിലൊന്ന് മെല്ലിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക. അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി.